2024-25 ആഭ്യന്തര സീസണിൽ എത്ര സെഞ്ചുറികളാണ് കരുൺ നായർ നേടിയത്? 5 സെഞ്ചുറികൾ. 2024-25 ആഭ്യന്തര സീസണിൽ എത്ര സെഞ്ചുറികളാണ് കരുൺ നായർ നേടിയത്? 5 സെഞ്ചുറികൾ. എത്ര മീറ്റർ ഉയരത്തിലാണ് മോണ്ടോ ഡൂപിൻസ് തൻ്റെ 11ാമത് പോൾ വാൾട്ട് ലോക റെക്കോർഡ് സ്ഥാപിച്ചത്? 6.27 മീറ്റർ. എത്ര മീറ്റർ ഉയരത്തിലാണ് മോണ്ടോ ഡൂപിൻസ് തൻ്റെ 11ാമത് പോൾ വാൾട്ട് ലോക റെക്കോർഡ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ 6.27 മീറ്റർ. 2025 മാർച്ചിലെ ഫിഡെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ഡി ഗുകേഷ് എത്രാം സ്ഥാനത്താണ്? 3-ാം സ്ഥാനം. 2025 മാർച്ചിലെ ഫിഡെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ഡി ഗുകേഷ് എത്രാം സ്ഥാനത്താണെന്ന് ചോദിച്ചാൽ 3-ാം സ്ഥാനത്താണ്. 2024-25 ആഭ്യന്തര സീസണിൽ എത്ര സെഞ്ചുറികളാണ് കരുൺ നായർ നേടിയത്? 5 സെഞ്ചുറികൾ. എത്ര മീറ്റർ ഉയരത്തിലാണ് മോണ്ടോ ഡൂപിൻസ് തൻ്റെ 11ാമത് പോൾ വാൾട്ട് റെക്കോർഡ് മറികടന്നത്? 6.27 മീറ്റർ. 2025 മാർച്ചിലെ ഫിഡെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ഡി ഗുകേഷ് എത്രാം സ്ഥാനത്താണ്? 3-ാം സ്ഥാനം. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത്? ഡോക്ടർ ലീലാവതി. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ ലീലാവതി. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ കരയിൽ ജീവിച്ചിരുന്നതിൽ വച്ച് ഏറ്റവും പഴക്കമേറിയ ജീവികളുടെ ഫോസിൽ? കംബെക്കാരിസ് ഒബനൈസിസ്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ കരയിൽ ജീവിച്ചിരുന്നതിൽ വച്ച് ഏറ്റവും പഴക്കമേറിയ ജീവികളുടെ ഫോസിൽ കംബെക്കാരിസ് ഒബനൈസിസ്. ഉത്തരാഖണ്ഡിൽ ഉണ്ടായ ഹിമപാതത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന കരസേനയിലെ സംഘം എംബക്സ് ബ്രിഗേഡ്. ഉത്തരാഖണ്ഡിലെ ഉണ്ടായ ഹിമപാതത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന കരസേനയിലെ സംഘം എംബക്സ് ബ്രിഗേഡ്. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ ലീലാവതി. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ കരയിൽ ജീവിച്ചിരുന്നതിൽ വച്ച് ഏറ്റവും പഴക്കമേറിയ ജീവികളുടെ ഫോസിൽ? കംബെക്കാരിസ് ഒബനൈസിസ്. ഉത്തരാഖണ്ഡിൽ ഉണ്ടായ ഹിമപാതത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന കരസേനയിലെ സംഘം എംബക്സ് ബ്രിഗേഡ്. സംസ്ഥാനത്തെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത്? കൊല്ലം. സംസ്ഥാനത്തെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലം. പാകിസ്ഥാനിൽ നിന്നുള്ള ഒരാളെ തങ്ങളുടെ ബഹിരാകാശ നിലയമായ ടിയാൻഗോങ്ങിലേക്ക് അയക്കാൻ ഒരുങ്ങുന്നത് ചൈന. പാകിസ്ഥാനിൽ നിന്നുള്ള ഒരാളെ തങ്ങളുടെ ബഹിരാകാശ നിലയമായ ടിയാൻഗോങ്ങിലേക്ക് അയക്കാൻ ഒരുങ്ങുന്നത് ചൈന. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ സോവിയറ്റ് ചെസ് ഇതിഹാസം ബോറിസ് സ്പാസാക്കി. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ സോവിയറ്റ് ചെസ് ഇതിഹാസം ബോറിസ് സ്പാസാക്കി. സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലം. പാകിസ്ഥാനിൽ നിന്നുള്ള ഒരാളെ തങ്ങളുടെ ബഹിരാകാശ നിലയമായ ടിയാൻഗോങ്ങിലേക്ക് അയക്കാൻ ഒരുങ്ങുന്നത് ചൈന. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ സോവിയറ്റ് ചെസ് ഇതിഹാസം ബോറിസ് സ്പാസാക്കി. 2025 മാർച്ച് 1 സെബിയുടെ 11ാമത് ചെയർമാനായി ചുമതലയേറ്റത് ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. 2025 മാർച്ച് 1 സെബിയുടെ
11ാമത് ചെയർമാനായി ചുമതലയേറ്റത് ആരാണ്? തുഹീൻ കാന്ത പാണ്ഡെ. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഡോക്ടർ എം ലീലാവതി. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ ഡോക്ടർ എം ലീലാവതി. ഒരു ആഭ്യന്തര സീസണിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന രണ്ടാമത്തെ താരം കരുൺ നായർ. ഒരു ആഭ്യന്തര സീസണിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന രണ്ടാമത്തെ താരം കരുൺ നായർ. 2025 മാർച്ച് 1 സെബിയുടെ 11ാമത് ചെയർമാനായി ചുമതലയേറ്റത് ആരാണ്? തുഹീൻ കാന്ത പാണ്ഡെ. 2025 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഡോക്ടർ എം ലീലാവതി. ഒരു ആഭ്യന്തര സീസണിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന രണ്ടാമത്തെ താരം കരുൺ നായർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.